ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 വെള്ളിയാഴ്ച വാലന്റൈൻ ദിനത്തിൽ തിയേറ്ററിലെത്തിയ 3 മലയാള സിനിമകളുടെ വിശദമായ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 3 സിനിമകളുടെയും അൺഒഫീഷ്യൽ ബഡ്ജറ്റ് വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ 3 മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കേരള കളക്ഷനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയെടുത്തിരിക്കുന്നത് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ് തന്നെയാണ്. അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, കലാഭവൻ ഷാജോൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വളരെ മികച്ച അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 4 കോടി 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 9 കോടിക്ക് മുകളിലുമാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 4 കോടിക്ക് താഴെയാണ്. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി 4ാം ദിവസവും വർക്കിംഗ് ദിനം കൂടെ ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഏകദേശം 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 4 കോടി 75 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 2 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 11 കോടിയോളം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത രണ്ടാമത്തെ സിനിമയാണ് ദാവീദ്. നവാഗതനായ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ, ലിജോ മോൾ ജോസ്, മോ ഇസ്മായിൽ, വിജയരാഘവൻ, സൈജു കുറുപ്പ്, കിച്ചു ടെല്ലസ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 3 കോടി 12 ലക്ഷം രൂപയായിരുന്നു. ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 5 കോടിക്ക് മുകളിലുമാണ്. ഇനി 4ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ ദാവീദിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 50 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 3 കോടി 60 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 1 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് 6-6.5 കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഫെബ്രുവരി 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ 3ാമത്തെ മലയാള സിനിമ ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ എന്നിവർ നിർമ്മിച്ച പൈങ്കിളിയാണ്. സജിൻ ഗോപു, അനശ്വരരാജൻ എന്നിവർ അഭിനയിച്ച് ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ആവേശം സിനിമയുടെ സംവിധായകൻ കൂടിയായ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ സിനിമ വളരെ മികച്ച പ്രൊമോഷനോടെയാണ് തിയേറ്ററിലെത്തിയെങ്കിലും അതനുസരിച്ചുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഇനിയും നേടാനായിട്ടില്ല. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ 2 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഏകദേശം 3 കോടി 30 ലക്ഷത്തോളം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 8 കോടി റേഞ്ചിലാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയുടെ 4ാം ദിവസമായ ഇന്ന് കേരള കളക്ഷനിലേക്ക് വന്നാൽ ഈ സിനിമ ഇന്ന് കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 2 കോടി 40 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3 കോടി 80 ലക്ഷത്തിന് താഴെയാണ്. ഫെബ്രുവരി 14 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ചാവ. വിക്കി കൗശൽ, രശ്മിക മന്ദാന, അക്ഷയ് ഖന്ന എന്നിവർ അഭിനയിച്ച ഈ സിനിമ ലക്ഷ്മൺ ഉദേക്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 2025 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് ചാവ തന്നെയാണ്. ചിത്രത്തിന്റെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഈ സിനിമ 3 ദിവസം കൊണ്ട് 116 കോടി 50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 139 കോടി 75 ലക്ഷം രൂപയുമാണ്. ചിത്രം വിദേശ കളക്ഷനായി 3 ദിവസം കൊണ്ട് 25 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 164 കോടി 75 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. തലാജിത്ത് നായകനായി മകിഴ് തിരുമേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വിടാമുയർച്ചി. ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ കേരളത്തിൽ നിലവിൽ വാഷ് ഔട്ട് ആവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3 കോടി 30 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 11 ദിവസത്തെ കർണാടക കളക്ഷൻ 9 കോടി 13 ലക്ഷം രൂപയുമാണ്. അതേസമയം 11ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച തമിഴ്നാട്ടിൽ ഈ സിനിമ 2 കോടി 11 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ടോട്ടൽ 11 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 78 കോടി 20 ലക്ഷം രൂപയാണ്. സിനിമ തമിഴ്നാട് ഷെയറായി 43 കോടി 20 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. GCC ഓവർസീസ് കളക്ഷനായി 11 ദിവസം കൊണ്ട് 42 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 138 കോടി രൂപയാണ്. ജനുവരി 24 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കുടുംബസ്ഥൻ. രാജേശ്വർ കാളിസ്വാമി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മണികണ്ഠൻ, സാൻവേ മേഘന, ഗുരു സോമസുന്ദരം എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ 24 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 24 കോടി 68 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 28 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കേവലം 10 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.